ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കഷ്ടപ്പെടാനും പരിശ്രമിക്കാനും മനസ്സുണ്ടോ അവിടെ വിജയവും ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാ. ശാലിനി വിഷ്ണു എന്ന ഞാൻ. ഒരു സാധാരണ കുടുംബത്തിലെ ശാരദ എന്ന ചായക്കടക്കാരിയുടെ മകളാ ഞാൻ. ജോയിച്ചന് നമ്മുടെ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നന്ദിയുണ്ട് എന്റെ മോളെ ഓർത്തതിന്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇനി ബഹുമാനപ്പെട്ട കളക്ടർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. മാഡം, എല്ലാവർക്കും നമസ്കാരം. ഇത് വലിയൊരു മാതൃകയാണ്. എല്ലാവരും സ്വീകരിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒരു മാതൃക. അതിനാദ്യം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. SSLC പരീക്ഷയെ പേടിക്കല്ല വേണ്ടത്, അതിനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനാദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. SSLC പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടമാണ്. പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ അവസാന പോരാട്ടമല്ല. നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്ന ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും അത്ര പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് വെച്ചു തരില്ല. നമ്മളായിട്ട് ചെറുതായിട്ടൊന്ന് കളിപ്പിക്കും, ഒന്ന് പരിശ്രമിപ്പിക്കും. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ആഗ്രഹിച്ച് നേടുന്നതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാം. പരീക്ഷയുടെ വിജയവും അങ്ങനെ തന്നെയാണ്. ചിലപ്പോ ആദ്യം നമുക്കത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ വിജയം നമുക്ക് നമ്മുടെ തൊട്ടു പിന്നിൽ കാണാനും കഴിയും. പിന്നീട് അത് മുന്നിലേക്ക് കൊണ്ടുവരണം. ഇനി അഥവാ പഠിത്തത്തിൽ പിന്നിലായെന്ന് വെച്ച്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു എന്ന് വെച്ച് ഒരിക്കലും ടെൻഷൻ ആവരുത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കഷ്ടപ്പെടാനും പരിശ്രമിക്കാനും മനസ്സുണ്ടോ അവിടെ വിജയവും ഉണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാ. ശാലിനി വിഷ്ണു എന്ന ഞാൻ. ഒരു സാധാരണ കുടുംബത്തിലെ ശാരദ എന്ന ചായക്കടക്കാരിയുടെ മകളാ ഞാൻ. മൂന്ന് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി എന്നെ ഒരു IAS കാരിയാക്കാൻ എന്റെ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ SSLC പരീക്ഷയിൽ വലിയ വിജയം കൈവരിക്കാനാവും. ഇനി അഥവാ നിർഭാഗ്യവശാൽ അല്പം പിന്നിലേക്ക് പോയാൽ നമ്മൾ തളരരുത്. ആ പരാജയം വിജയത്തിനൊരു മുന്നേറ്റം ആവണം. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി നമ്മൾ മാറ്റണം. പരാജയം എന്നൊന്നില്ല. ഒന്നുകിൽ നിങ്ങൾ ജയിക്കുന്നു, അല്ലെങ്കിൽ പരാജയത്തിൽ നിന്നും പുതിയ പാഠം പഠിക്കുന്നു. ആ പാഠം നിങ്ങൾ പുതിയ വിജയ ചരിത്രമാക്കി മാറ്റണം. അതിന് ഉദാഹരണമായി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസന്റെ കഥയാണ്. അദ്ദേഹം ഇതിനുവേണ്ടി ഒന്നും രണ്ടും അല്ല, 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തി. അതെല്ലാം പരാജയപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചു, 1000 തവണ പരാജയപ്പെട്ടിട്ടും നിങ്ങൾ എന്തിനാണ് പിന്നെയും പരീക്ഷണങ്ങൾ തുടരുന്നതെന്ന്. അതിന് എഡിസൺ നൽകിയ മറുപടി ലോക പ്രശസ്തമാണ്. ഞാൻ അതിൽ പരാജയപ്പെടുകയായിരുന്നില്ല, മറിച്ച് ഒരു ബൾബ് എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നതിനെ കുറിച്ചുള്ള 1000 വഴികൾ കണ്ടെത്തുകയായിരുന്നു എന്ന്. കുട്ടികളെ, എന്ത് പോസിറ്റീവായ മറുപടിയാ അല്ലെ? അതിനുശേഷം അദ്ദേഹം വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയവും തോൽവിയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആദ്യ പരീക്ഷണത്തിൽ തന്നെ പരാജയപ്പെട്ടതിന്റെ സങ്കടത്തിൽ എഡിസൺ ആ പരീക്ഷണമെല്ലാം അവസാനിപ്പിച്ച് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ ബൾബിന്റെ വെളിച്ചത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമായിരുന്നു. പരാജയം നമ്മുടെ ആരുടെയും കുറ്റമല്ല, ഒരു വന്നു പോകുന്നൊരവസ്ഥ. ആ അവസ്ഥയെ മറികടക്കേണ്ട കാര്യങ്ങളാ നമ്മൾ ചിന്തിക്കേണ്ടതും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടതും. മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. പരീക്ഷാ കാലഘട്ടം മാത്രം പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കുക.
അത് കഴിഞ്ഞാ നിങ്ങൾ അതിനെ വിട്ടേക്ക്. ഇത് നിങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് നടന്ന് ഉത്കണ്ഠപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പരീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിലെ പ്രഗത്ഭരായ ആളുകളെല്ലാം 1ാം റാങ്കോടുകൂടി പരീക്ഷയിൽ പാസ്സായവരൊന്നും അല്ല. പക്ഷെ അവർ ജീവിതത്തിൽ ഉന്നത വിജയം നേടിയവരാണ്. അത് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പരിശ്രമിച്ച് നേടിയ വിജയമാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, എന്തിനേയും സധൈര്യം നേരിടുക. വിജയമായാലും തോൽവിയായാലും മാനസികമായി അതിനെ അതിജീവിക്കാനുള്ള കരുത്താണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. ബാക്കിയെല്ലാം പിന്നാലെ വന്നോളും. ജയവും പരാജയവും സർവ്വസാധാരണമാണ്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ. പരാജയപ്പെട്ടു എന്നോർത്ത് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. പരാജയത്തിന്റെ കുറവ് മനസ്സിലാക്കി അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. വിജയിക്കാൻ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. രാത്രി ഒരുപാട് വൈകിയുള്ള പഠനം ഒഴിവാക്കുക. പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നത് മനസ്സിനെ കൂടുതൽ ശാന്തമാക്കും. ടെൻഷൻ തോന്നുമ്പോ 2 മിനിറ്റ് ദീർഘമായി ശ്വാസം എടുക്കുക. ഇത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം വർദ്ധിപ്പിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും. ഹിസ്റ്ററി, ബയോളജി തുടങ്ങിയ വിഷയങ്ങളിലെ വലിയ പാഠഭാഗങ്ങൾ പഠിക്കാൻ മൈൻഡ് മാപ്പുകൾ ഉപയോഗിക്കാം. പ്രധാന ആശയം നടുവിൽ എഴുതി അതിൽ നിന്നും ശാഖകളായി ഉപവിഷയങ്ങൾ വരച്ചു ചേർക്കുന്നത് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ഗ്രഹിക്കാൻ സഹായിക്കും. പിന്നെ പരീക്ഷ കഴിയുന്നത് വരെ ഈ സോഷ്യൽ മീഡിയയോടും മൊബൈൽ ഗെയിമിനോടും ഒക്കെ കർശനമായി നോ പറയാം. മൊബൈൽ ഫോൺ തരുന്ന താൽക്കാലിക സന്തോഷത്തെക്കാൾ വളരെ വലുതാണ് പരീക്ഷാ ഫലം വരുമ്പോഴുള്ള അഭിമാനമെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ആത്മവിശ്വാസത്തോടെയും ചിട്ടയായ പരിശ്രമത്തോടെയും നേരിട്ടാൽ വിജയം നിങ്ങളെ തേടി എത്തിയിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇതൊരു ഗെയിം പോലെ തന്നെയാ. ജയവും പരാജയവും വരാം. പരാജയപ്പെട്ടാൽ ആത്മവിശ്വാസത്തോടെ ജയിക്കാനായി വീണ്ടും പരിശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജീവിതത്തിൽ നിന്നും ഒരു ഭീരുവിനെ പോലെ എന്നേക്കുമായി ഒളിച്ചോടുകയല്ല വേണ്ടത്. നിങ്ങളെ തേടി വരാനിരിക്കുന്നത് വലിയൊരു ലോകമാണ്. ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നവരെല്ലാം പരാജയത്തിന്റെ കയ്പുനീര് രുചിച്ച് കടന്നു വന്നവരാണ്. പ്രഗത്ഭരായ പലരും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയവരും പരാജയം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതിനെ പരാജയപ്പെടുത്തി മുന്നേറിയവരാണ്. അതുകൊണ്ട് മനസ്സ് പതറാതെ തളരാതെ മുന്നേറുക. വിജയം നിങ്ങളുടെ പിന്നാലെ വന്നു ചേർന്നോളൂ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒപ്പം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക, SSLC പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടമായിരിക്കാം. പക്ഷേ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലെ അവസാന പോരാട്ടമല്ല. കുട്ടികൾ നല്ല ടെൻഷനിലല്ലേ മാഡം? ഈ സമയത്ത് ടീച്ചേഴ്സ് മാത്രമല്ല, രക്ഷിതാക്കളും അവർക്ക് സപ്പോർട്ട് കൊടുത്ത് കൂടെ നിൽക്കണം. ഒരു കാരണവശാലും അവർക്ക് ടെൻഷൻ കൊടുക്കരുത്. അമിതഭാരം ഒരിക്കലും ജീവിത വിജയം ആവില്ലല്ലോ അനു. മനസ്സിലാവുന്നുണ്ട് മാഡം. അപ്പോ ഇനി നേരെ നമ്മൾ മധുരയ്ക്ക്, മലയ സെൽവത്തിന്റെ വീട്ടിലേക്ക്, അല്ലേ മാഡം? അതെ.